നമസ്തേ. ജനം ടി വി അവതരിപ്പിക്കുന്ന ജീവനം പരിപാടിയിലേക്ക് സ്വാഗതം. ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ ദീർഘകാല വൃക്കരോഗം എന്നത് ഇന്ന് ലോകമെമ്പാടും നേരിടുന്ന ഒരു വലിയ ആരോഗ്യ പ്രശ്നമാണ്. ഇന്ത്യയിലാകട്ടെ ഇതിൻ്റെ വ്യാപനം വളരെ കൂടുതലാണെന്ന് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 38% മരണങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത് വൃക്കരോഗങ്ങൾ മൂലമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നേരത്തെ കണ്ടെത്തുക എന്നതാണ് ശരിയായ ചികിത്സ എന്നത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. വൃക്കകളുടെ സാധാരണ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ എന്നിവയെക്കുറിച്ചെല്ലാം സംസാരിക്കാനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് 2 വിദഗ്ധ ഡോക്ടർമാരാണ്. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം കൺസൾട്ടൻറ്റ് ഡോക്ടർ ജിതിൻ എസ് കുമാറും ഒപ്പം തന്നെ ആലുവ രാജഗിരി ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം കൺസൾട്ടൻറ്റ് ഡോക്ടർ സ്നേഹ പി സൈമണുമാണ്. നമസ്കാരം. ജനം ടി വിയുടെ അതിജീവനം പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ മനുഷ്യനും വൃക്ക എന്ന അവയവം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ചികിത്സകൾ, രോഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം. ഇത്തവണ ആഗോള വൃക്ക ദിനത്തിൽ തന്നെ കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ള ഒരു തീമിലാണല്ലോ ആ ദിനം ആചരിക്കപ്പെടുന്നത്. ഡോക്ടർ സ്നേഹ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വൃക്ക എന്ന ഓർഗൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതൊരു വൈറ്റൽ ഓർഗൻ എന്ന് വിശേഷിക്കപ്പെടുന്നത്? എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ 2 വൃക്കകളാണുള്ളത്. ഇതൊരു ബീൻ ഷേപ്പിലുള്ള ഒരു അവയവമാണ്. നമ്മുടെ സ്പൈൻ്റെ 2 വശത്തുമായിട്ടാണ് ഇതിരിക്കുന്നത്. ഏകദേശം ഒരു 9-നും 11 സെൻറ്റിമീറ്ററിന് ഇടയ്ക്കുള്ള ഒരു സൈസാണ് അതിനുള്ളത്. അത് നമ്മുടെ റിബ് കേജിന് താഴെയായിട്ട് 2 സൈഡിലുമായിട്ട് ഇരിക്കുന്നു. ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൃക്കകളിലൂടെ ഏകദേശം ഒരു 150 to 180 ലിറ്റർ ബ്ലഡ് ഒരു ദിവസം പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് പാസ് ചെയ്യുമ്പം ഇതിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഫിൽട്രേഷൻ, അതായത് നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റ് എല്ലാനും റിമൂവ് ചെയ്യുന്നു. അതായത് പ്രധാനമായിട്ടും യൂറിയ, ക്രിയാറ്റിനിൻ, അമിതമായിട്ടുള്ള ഈ പറഞ്ഞ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ, സോഡിയവും പൊട്ടാസ്യവും കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, അതിൻ്റെയൊക്കെ ഒരു ബാലൻസ് തെറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ബാലൻസിങ്, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ ഫിൽട്രേഷൻസ്, അത് ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ നമ്മുടെ ശരീരത്തിലെ വാട്ടറിൻ്റെ ബാലൻസ് ചെയ്യുന്നതും വൃക്കകളാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരുപാട് പ്രാവശ്യം മൂത്രം ഒഴിക്കും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിച്ചില്ല, ഡീഹൈഡ്രേഷൻ പോലെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴും കിഡ്നി അത് ബാലൻസ് ചെയ്യും. അപ്പം ഫ്ലൂയിഡ് ബാലൻസ്, അതായത് വാട്ടറിൻ്റെ ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വൃക്കകളാണ്. ഇനി അതുപോലെ തന്നെ വേറെ കുറേ ഫങ്ഷൻസ് വൃക്കകൾക്കുണ്ട്. അതായത് നമ്മുടെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം, അത് നിയന്ത്രിക്കുന്നതിൽ വൃക്കകളിൽ നിന്നുള്ള പല ഹോർമോൺസിനും ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെ വൃക്കകൾ, നമ്മുടെ ഹീമോഗ്ലോബിൻ, അതായത് വൃക്ക രോഗികൾക്ക് രക്തക്കുറവ് വരും. ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നതിൽ എറിത്രോപോയിറ്റിൻ എന്നൊരു ഘടകം ആവശ്യമാണ്. അത് വൃക്കകളിൽ നിന്നാണ് ഉൽപ്പാദനം നടക്കുന്നത്. അതുപോലെ നമ്മുടെ എല്ലുകളുടെയൊക്കെ ഹെൽത്ത്, ബോൺ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും, പ്രത്യേകിച്ചും ഈ വൈറ്റമിൻ ഡിയുടെയൊക്കെ ആക്റ്റീവ് ഫോംസ് ഉണ്ടാകുന്നത് വൃക്കകളിലാണ്. അങ്ങനെയാണ് അത് കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ ബാലൻസ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ വൃക്കകൾ ഈ ബോൺസിൻ്റെ ഹെൽത്തിനും പ്രാധാന്യം അർഹിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ആസിഡ് ബേസ് ബാലൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ബ്ലഡിൽ ഒരു pH ഉണ്ട്. നോർമൽ ആളുടെ ഒരു pH എന്ന് പറഞ്ഞാൽ ഒരു 7.35 to 7.45 ആണ് നോർമലി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും വൃക്കകളുടെ ഒരു പ്രവർത്തനത്തിലൂടെയാണ്. ഇത് ആസിഡ് അമിതമായിട്ടുള്ളത് കളയുക, പിന്നെ ഈ ബൈകാർബണേറ്റിൻ്റെയൊക്കെ ബാലൻസിങ്, അങ്ങനെ ആ pH ബാലൻസ് ചെയ്യാനായിട്ടും വൃക്കകൾ സഹായിക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള എല്ലാ അവയവങ്ങളുമായി വൃക്കയുടെ പ്രവർത്തനം ബന്ധപ്പെട്ട് കിടക്കും. സാധാരണയായി ഏത് അസുഖം വരുമ്പോഴും പറയാറുണ്ട് അത് ഈ ഭക്ഷണക്രമവുമായിട്ട് ഭയങ്കര കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. അത് ഈ വൃക്കകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതെങ്ങനെ വരും? ഭക്ഷണം, ഡയറ്റ് വൃക്കകളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വൃക്ക രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു ഡയറ്റ് കാര്യങ്ങൾ, അതായത് ഒരു വൃക്ക രോഗത്തിലേക്ക് വരാതിരിക്കാനായിട്ട് ഡയറ്റിൽ നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കണം, ഒരു വൃക്ക രോഗിയായാലും നമ്മൾ ഡയറ്റിൽ എന്തുമാത്രം ശ്രദ്ധിക്കണം. ഇനി അടുത്ത ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഡയാലിസിസിൽ പോയ ഒരു വൃക്ക രോഗി, ആ രീതിയിലുള്ള ഒരു ആളുടെ
ഡയറ്റ് രീതി എങ്ങനെയാണ്. അപ്പോൾ വൃക്ക രോഗത്തിലേക്ക് പോകാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളെല്ലാവരും ഇപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക തിരക്കേറിയ ജീവിതത്തിലാണ്. അപ്പം ആർക്കും കുക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല. ഒന്നുകിൽ സൗകര്യത്തിനായിട്ടോ തിരക്ക് കാരണം കൊണ്ടോ നമ്മൾ ഫാസ്റ്റ് ഫുഡിനെയും നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്നു, പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു. അപ്പം മൈദ കൊണ്ടുള്ള ബേക്കറി ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാനുമൊക്കെ നമ്മളെ പലതരത്തിലുള്ള രോഗങ്ങളിലിട്ട്, ഇപ്പം ബ്ലഡ് ഷുഗർ കൂടാനായിട്ടും ബ്ലഡ് പ്രഷർ കൂടാനായിട്ടും അമിതവണ്ണം, യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ഡയറ്റ് നമ്മളെ ചെറുപ്പം മുതലേ നമുക്കറിയാം. ഇപ്പം നമ്മുടെ കുട്ടികളുടെയൊക്കെ ഭക്ഷണ രീതിയൊക്കെ വളരെ മാറിയേക്കുകയാണ്. നമ്മളൊക്കെ ഉണ്ടായിരുന്നതിനെ കഴിഞ്ഞും വളരെ വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതി. അതെല്ലാം പല രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുന്നു. അതിലൂടെ വൃക്കരോഗത്തിലേക്ക് പോകുന്നു. ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ്, അതായത് വൃക്ക രോഗത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബ്ലഡ് ഷുഗറിലേക്ക്, ഒരു ഡയബറ്റിക് ആകാതെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തണം, ബ്ലഡ് പ്രഷർ വരാതെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സോൾട്ടൊക്കെ നമ്മളൊരു നിയന്ത്രിതമായിട്ട് ഒരു 5 ഗ്രാം ആ ഒരു രീതിയിലൊക്കെ സോൾട്ട് ലിമിറ്റഡ് ആയിട്ട് ചെറുപ്പത്തിലേ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ബ്ലഡ് ഷുഗർ ആണെങ്കിലും നമ്മൾ വരാതെ, നമുക്ക് പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഡയബറ്റീസിലേക്ക് പോകുന്നത്. എന്നാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പോൾ ഡയറ്റിനും അതുപോലെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഡയറ്റ് നമ്മൾ പറഞ്ഞ പോലെ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, മൈദ അതുപോലെയുള്ള ഭക്ഷണങ്ങളുടെ, അതുകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളുടെ ഉപയോഗം, ബേക്കറി ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, പിന്നെ അമിതമായിട്ടും ഈ റെഡ് മീറ്റ് ഉപയോഗം, ബീഫ്, മട്ടൻ, പോർക്ക്, അങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങൾ, പിന്നെ ബേക്കിംഗ് സോഡ, അങ്ങനെ കുറച്ച് ഈ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വളരെ കൺട്രോൾ ചെയ്ത് ഉപയോഗിച്ചാൽ നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളെ അതുമൂലമുള്ള കിഡ്നി രോഗങ്ങളിലേക്കും പോകാതെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താം. ചിലരൊക്കെ കൂടുതൽ മെഡിസിൻ കഴിച്ചിട്ട് ഷുഗറൊക്കെ കൂടി കഴിക്കുന്ന. അതെ, മെഡിസിൻസിന് തന്നെ നമുക്ക് അളവ് കുറയ്ക്കാൻ നമ്മൾ എന്തുമാത്രം നമ്മുടെ ഡയറ്റിൽ നമ്മൾ ബാലൻസ്ഡ് ആണെന്ന് വെച്ച്. അപ്പം ആ ഒരു ഡയബറ്റിക് ഡയറ്റ്, അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് നമ്മൾ ഈ മുന്നേ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങളിലൊക്കെ കൺട്രോൾ കീപ്പ് ചെയ്ത് ഡയബറ്റീസിനെ കീപ്പ് ചെയ്യാൻ. സോൾട്ട്, ഒരു കിഡ്നി രോഗി സോൾട്ടിൻ്റെ അളവ് ഏകദേശം ഒരു 4 ഗ്രാം സോൾട്ട് ഉപയോഗിക്കാവുള്ളൂ. അപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ചെറിയ ടീസ്പൂണിന് നമ്മളൊരു കൂന ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഉപ്പ് ഒരു ദിവസം ഒരു ഉപ്പില്ലാണ്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ആ സോൾട്ട് ബാലൻസ് ചെയ്യണം. ഇതെല്ലാം ഒരു വൃക്ക രോഗിയുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടെ നിയന്ത്രണം കൂടി വരികയാണ്. ഡോക്ടർ ജിതിന് ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, നമ്മൾ ഏതൊക്കെ ലക്ഷണങ്ങളാണ്, നമ്മളെങ്ങനെ തിരിച്ചറിയും നമ്മളിങ്ങനെ ഒരു രോഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടെന്ന്? അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? നമ്മുടെ ഈ കിഡ്നി അസുഖം 2 രീതിയിൽ നമുക്ക് തലതിരിക്കും. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന, അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, പിന്നെ അതുപോലെ തന്നെ ക്രോണിക്കാണ്, കുറേ നാളുകൊണ്ട് വരുന്ന, അതാണ് ക്രോണിക് കിഡ്നി ഫെയിലിയർ. അപ്പോൾ ഇത് രണ്ടിനും സിംറ്റംസ് ഡിഫറെൻ്റ് ആണ്. യൂഷ്വലി ഈ സ്ഥായിയായി കിഡ്നി സ്തംഭനം സംഭവിക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് ഒരു സിംറ്റംസ് തന്നെ കാണുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ ചെറിയ സട്ടിൽ സിംറ്റംസ് ചിലപ്പോൾ ആദ്യമൊക്കെ കാണുകയുള്ളൂ. മെയിൻലി കാലിൽ നീര്, അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും നീര് വെക്കുക, ഛർദി, അല്ലെങ്കിൽ ഓക്കാനം, അമിതമായ ക്ഷീണം, പിന്നെ ദേഹത്തിൽ ചൊറിച്ചിൽ, കാലിൽ ക്രാംസ് വരിക, അല്ലെങ്കിൽ രാത്രി കൂടുതൽ തവണ മൂത്രമൊഴിക്കാനുള്ള പ്രവണത. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഈ കിഡ്നി ഡിസീസ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ കാണുന്ന സിംറ്റംസ്. ഈ പെട്ടെന്നുള്ള കിഡ്നി ഫെയിലറാണ് യൂഷ്വൽ സിംറ്റംസ് കുറച്ചും കൂടി നമുക്ക് എവിഡൻ്റ് ആയിരിക്കും. നല്ല ശ്വാസം മുട്ടൽ, നീര് വെക്കുന്ന, അതുകൊണ്ട് മൂത്രം പോവാതിരിക്കുക, മൂത്രത്തിൽ കളർ വ്യത്യാസം, ചോര നിറത്തിൽ കളർ പോവാം, അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടൊക്കെ പോകുന്ന, അപ്പോൾ ഇതാണ് യൂഷ്വൽ സിംറ്റംസ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ പലപ്പോഴും സിംറ്റംസ് വളരെ അഡ്വാൻസ്ഡ് ആകുമ്പോഴുള്ളൂ ചിലപ്പം എവിഡൻ്റ് ആവുക. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ, ലൈക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ നമ്മൾ ഈ കിഡ്നീൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് അസുഖം ഉണ്ടോ എന്ന് നേരത്തെ കണ്ടുപിടിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയാണ് നമുക്ക് റീസണായിട്ട് പറയാൻ പറ്റുന്നത്? നേരത്തെ ഭക്ഷണക്രമം ഒഴിച്ച് നിർത്തിയാൽ വേറെ എന്തൊക്കെയാണ് ഈ രോഗത്തിലേക്ക് നയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിക്കും ക്രോണിക് കിഡ്നി ഫെയിലിയറിനും രണ്ട് റീസൺസാണ്. അപ്പോൾ ഏറ്റവും ക്രോണിക് കിഡ്നി ഇഞ്ചുറിയിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഡയബറ്റീസ് ആണ്. അപ്പോൾ ഡയബറ്റീസ് പ്രമേഹം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് കിഡ്നി ഫെയിലിയറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, പിന്നെ ജനിതകമായ ചില കണ്ടീഷൻസ് ലൈക്ക് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, പിന്നെ കിഡ്നിയിൽ വരുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, ഗ്ലോമൻ നെഫ്രൈറ്റിസ്, അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ കിഡ്നി ഫെയിലിയറിലേക്ക് നയിക്കാം. പിന്നെ പെട്ടെന്ന് വരുന്ന അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, സ്ഥായി പെട്ടെന്ന് വൃക്കസ്തംഭനം സാധാരണയായിട്ട് ഇൻഫെക്ഷൻസ്, എലിപ്പനി,
അല്ലെങ്കിൽ മലേറിയ, ഡെങ്കി ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ചില മെഡിസിൻസിൻ്റെ പാർശ്വഫലമായിട്ട്, അല്ലെങ്കിൽ ടോക്സിൻസ്, യൂറിനറി ഇൻഫെക്ഷൻസ് ചിലപ്പം. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന വൃക്കസംബന്ധം ഇതാക്കിയ കാരണങ്ങൾ. അതുപോലെ തന്നെ സാധാരണയായിട്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഏതെങ്കിലും ടാബ്ലറ്റ്സ്, ഇപ്പോൾ തലവേദന വരും, അസിഡിറ്റി വരും, ഇതൊക്കെ ആൾക്കാർ ഡോക്ടേഴ്സിനെ കാണാതെ പോലും അങ്ങ് തന്നെ ട്രീറ്റ് ചെയ്യുന്നതാണ്. പാരാസിറ്റമോൾ ആണെങ്കിലും ആസിഡിറ്റി ടാബ്ലറ്റ്സ് ആണെങ്കിലും ഒക്കെ. ഇതൊക്കെ കിഡ്നിയെ ബാധിക്കുമെന്ന് ഇങ്ങനെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ അത് എത്രത്തോളം അതിനകത്ത് വാസ്തവമുണ്ട്? പറഞ്ഞത് ശരിയാണ്. നമുക്ക് ഈ പലപ്പോഴും ഓവർ ദ കൗണ്ടർ ആയിട്ടുള്ള പല പെയിൻ കില്ലേഴ്സ്, അതാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് കോസ് ഈ കിഡ്നി ഫെയിലിയറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ തലവേദനയ്ക്കോ അല്ലെങ്കിൽ മുട്ടുവേദനയ്ക്കൊക്കെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പെയിൻ കില്ലേഴ്സ് എടുക്കുന്ന സിറ്റുവേഷനിൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാവുക. പ്രത്യേകിച്ചിട്ട് നേരത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഡയബറ്റീസോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ കിഡ്നി അസുഖം ഉള്ളവർക്കാണെങ്കിൽ അത് അസുഖം കൂടുതൽ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് തന്നെ കുറേ നാൾ നമ്മളിപ്പോൾ അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് വീക്സോ അല്ലെങ്കിൽ മന്ത്സോ അല്ലെങ്കിൽ ഓരോ അറ്റാക്ക് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പം നമ്മൾ പെട്ടെന്ന് 1-2 ദിവസം ഒരു പെയിൻ കില്ലർ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ യൂഷ്വലി പ്രോബ്ലംസ് ഒന്നും വരാറില്ല. നേരത്തെ അസുഖമില്ലാത്തൊരു കിഡ്നി അസുഖമില്ലാത്ത ആൾക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം എന്തെങ്കിലും കുറേ നാളുകൾ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രോബ്ലംസ് കാണാറ്. ഡോക്ടർ, ഈ ഏജ് ഇപ്പോൾ ഒരു ഫാക്ടറാണോ, അല്ലെങ്കിൽ ഏജ് കൂടുമ്പം സ്വാഭാവികമായിട്ടും വൃക്കരോഗം വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഒരു കൺസേൺ ഉണ്ടോ? ഏജ് കൂടുന്തോറും നമ്മുടെ കിഡ്നികളുടെ ഫംഗ്ഷൻ കുറയുകയാണ്. അതായത് 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ GFR, അതായത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയും, അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ്റെ ഒരു അസസ്മെൻ്റ് ആണ്. അത് ഓരോ വർഷവും ഏകദേശം ഒരു 1 ml/minute per 1.73 m². അതായത് 1 വെച്ചിട്ട് ഓരോ വർഷവും കുറയുമെന്നാണ് നമ്മളൊരു 40 years കഴിയുമ്പോൾ. അതൊരു ഫിസിയോളജിക്കൽ ഏജിങ്ങാണ്, ഫിസിയോളജിക്കൽ ഡിക്രീസാണ്. അപ്പം അതെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കിഡ്നി രോഗിയായി എന്നല്ല, നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും ഏജ് അനുസരിച്ചിട്ട് ഒരു ഡീജനറേറ്റീവ് ചേഞ്ചസ് വരുമെന്ന് പറയുന്ന പോലെയാണ്. അപ്പം നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ കിഡ്നിയുടെ ഉള്ളിലുള്ള പല ഭാഗങ്ങളുണ്ട്. ഇത് ഗ്ലോമറുലസ്, ട്യൂബുലോ ഇൻഡസ്ട്രീഷ്യം, വെസൽസ്, ഇവിടെയൊക്കെ പല ചേഞ്ചസും, ക്രോണിക് ചേഞ്ചസ്, അതിൻ്റെ ഫങ്ഷൻസൊക്കെ കുറഞ്ഞു വരും. GFR ഇതുപോലെ ഇങ്ങനെ കുറയാം. പിന്നെ എന്താ പറയുക, പല ഈ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാകുമ്പോഴത്തേക്കും അവർ മോർ പ്രോൺ ഫോർ ഈ പറഞ്ഞ പെയിൻ കില്ലേഴ്സോ അതൊക്കെ എടുക്കുമ്പം അവർ പെട്ടെന്ന് കിഡ്നി ഫെയിലിയറിലോട്ട് പോകാനും, അവർ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പനിയോ വേറെ എന്തെങ്കിലും ഒരു കാർഡിയാക് ഇഷ്യൂവോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻസൾട്ട് വരുമ്പം ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് കിഡ്നി ഫെയിലിയർ, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകാനുള്ള ഒരു റിസ്ക്കാണ്. ഇതിൻ്റെ ഒരു ഫേസ് എങ്ങനെയാണ്? അതായത് ഈ കിഡ്നി ഫങ്ഷൻ കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു, അല്ലെങ്കിൽ ഒരാൾ കിഡ്നി രോഗിയായിട്ട് മാറുന്നതിൻ്റെ അതിൻ്റെ ഒരു നമ്മളിപ്പോൾ നോക്കുന്നത് ഈ EGFR, എസ്റ്റിമേറ്റഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റും ആൽബുമിനൂറിയയും വെച്ചിട്ടാണ്. അപ്പം അത് നമ്മൾ സ്റ്റേജ് 1 to സ്റ്റേജ് 5 ആണ്. അപ്പം സ്റ്റേജ് 1 എന്ന് പറയുമ്പം നമ്മൾ കാൽക്കുലേറ്റർ വെച്ചിട്ടാണ് നമ്മളത് അസസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 90ക്ക് മേലെയൊക്കെ ആണെങ്കിൽ സ്റ്റേജ് 1, പിന്നെ 60 to 90 സ്റ്റേജ് 2 ആണ്. പിന്നെ 60ക്ക് താഴെ ആ ഒരു ഇതിലോട്ട് പോകുമ്പോഴത്തെ സ്റ്റേജ് 3, ആ ലെവലിൽ നമ്മൾ CKD എന്ന് വിളിക്കും. അതായത് ആ ഒരു ലെവലിലുള്ള ഒരു GFR മോർ ദാൻ ഒരു 3 months ഒക്കെ നിന്നിട്ടുണ്ട് എങ്കിൽ അവർക്കൊരു സ്ഥായിയായ കിഡ്നി ഡാമേജ് എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ അവിടെ നിന്ന് അതിലും താഴോട്ട് പോകുന്നത് സ്റ്റേജ് 4, സ്റ്റേജ് 5 എന്നൊക്കെ പറയുമ്പോൾ 15 താഴെ വരും. 15 to 30 ഒക്കെ ഒരു സ്റ്റേജ് 4 ലെവൽ. പിന്നെ ആൽബുമിൻ പോകുന്നതും കൂടെ നമ്മൾ നോക്കും. യൂറിനിലെ മൈക്രോ ആൽബുമിനൂറിയ A1, A2, A3 എന്ന് പറഞ്ഞിട്ട് അതൊരു 30ക്ക് താഴെയാണെങ്കിൽ A1, A2 എന്ന് പറയുമ്പോൾ 30 to 300 മേലെ A3. അപ്പോൾ ഇത് മൂന്നും കൂടെ വെച്ചിട്ടാണ് ഈ സ്റ്റേജിങ്, സ്റ്റേജിങ് ഓഫ് കിഡ്നി ഫങ്ഷൻ. അപ്പം അത് നമുക്ക് ഈ മെയിനായിട്ട് നമ്മൾ ഈ ഒന്ന് നമുക്ക് കിഡ്നി ഫങ്ഷൻ്റെ ഒരു അസസ്മെൻറ്റ് കിട്ടുന്നു. മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചില മെഡിസിൻസൊക്കെ മോഡിഫിക്കേഷൻ വേണം, ഡോസ് മോഡിഫൈഡ് ഉണ്ടാകും. ഫുൾ ഡോസ് നോർമൽ ആളുകൾക്ക് കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ പറ്റുന്ന തരത്തില്ല. അപ്പോൾ അങ്ങനെ ഡ്രഗ് ഡോസിങ് ഒക്കെ ഡിസൈഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കും. ഡോക്ടർ, എന്തൊക്കെ പരിശോധനകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്? അല്ലെങ്കിൽ നമ്മൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് ഒരു നോർമൽ ഇപ്പോൾ ഡയബറ്റീസോ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും, അങ്ങനെ മറ്റ് അസുഖങ്ങളുള്ള ആളാണെങ്കിൽ പോലും അത് എത്ര ഇടവേളകളിൽ വേണം ഈ പരിശോധന നടത്താൻ? ഫസ്റ്റ് നമ്മൾ കിഡ്നി അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യാം. ബ്ലഡിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് സെറം ക്രിയാറ്റിൻ, അതോടെ ബ്ലഡ് യൂറിയ,
പിന്നെ ലവണങ്ങളുടെ അളവും നോക്കാം, സോഡിയം പൊട്ടാസ്യം. അതുപോലെ യൂറിനിൽ നോക്കുന്ന യൂറിൻ ആൽബുമിൻ ക്രിയേറ്റിൻ റേഷ്യോ അല്ലെങ്കിൽ യൂറിനിലെ പ്രോട്ടീൻ്റെ അളവ്, ഇതാണ് നോക്കുന്നത്. അപ്പോൾ അത് നോർമലി നമ്മൾ ഈ കിഡ്നി അസുഖമുള്ളവർ, അതായത് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷൻ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ ഏകദേശം ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്തായാലും ചെക്ക് ചെയ്തിരിക്കണം, നമുക്കത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സിംറ്റംസ് സാധാരണ കാണില്ല, അപ്പോൾ നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്യണം. പിന്നെ വേറെ റിസ്ക് ഫാക്ടേഴ്സ്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ സ്റ്റോൺസ്, ഈ പറഞ്ഞ പെയിൻ കില്ലേഴ്സ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന അങ്ങനെ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഈവൻ ഹെൽത്തി ഇൻഡിവിജ്വൽസ് ആണെങ്കിലും വൺസിൻ്റെ വൈൽ ഒന്ന് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് അസുഖം നേരത്തെ കണ്ടുപിടിച്ചാൽ അതിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത് കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയി ചെക്ക് ചെയ്യണം. പിന്നെ കിഡ്നി അസുഖം വന്ന ആൾക്കാർ അത് അവരുടെ സ്റ്റേജ് അനുസരിച്ചിട്ട് ചിലപ്പം 1, 2, 3 മാസം കൂടുമ്പോൾ ഈ വാല്യൂസൊക്കെ ചെക്ക് ചെയ്യണം. നമ്മൾ ഫേസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഇപ്പോൾ ഒരു ആൾക്ക് കിഡ്നി രോഗത്തിൻ്റെ തുടക്കമാണെന്ന് മനസ്സിലായി, അതിൻ്റെ ആ ഒരു പുരോഗതി അല്ലെങ്കിൽ അത് കൂടുതൽ സിവിയർ ആകാതെ ക്രിറ്റിക്കൽ ആകാതിരിക്കുന്നത് തടയാൻ എന്തൊക്കെയാണ് ചികിത്സയുടെ ഭാഗമായിട്ടാണ് അത് വരുന്നത് എന്ന്? അതിൽ നമുക്ക് പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഏർലി ഫേസിൽ തന്നെ നമ്മളിപ്പോൾ ഡയബറ്റീസോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഈ കിഡ്നി ക്രിയേറ്റിന് കൂടുതലോ അല്ലെങ്കിൽ പ്രോട്ടീൻ ലീക്കൊക്കെ കണ്ടുവരികയാണെങ്കിൽ അതിനായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് മെയിനായിട്ട് ഈ പ്രോട്ടീൻ ലീക്ക് കുറയ്ക്കാനുള്ള പല മെഡിക്കേഷൻസും ഇപ്പം ലഭ്യമാണ്. അതിൽ BP കൺട്രോൾ ചെയ്യുന്ന ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് എന്ന ഗ്രൂപ്പിലുള്ള മെഡിസിൻസ്, ഷുഗറിന് SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന ഗ്രൂപ്പിലുള്ള മെഡിക്കേഷൻസ്, അതുപോലെ തന്നെ ഫിനറിനോൺ, അങ്ങനെ കുറേ മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ പ്രോട്ടീൻ ലീക്ക് നേരത്തെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് അസുഖത്തിൻ്റെ പുരോഗതി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രഷറുള്ള ആൾക്കാരാണ് പ്രഷർ നിയന്ത്രിക്കണം, അത് 130/80 താഴെ നിൽക്കണം. ഷുഗർ നല്ല കൺട്രോളിൽ വെക്കണം. പിന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള സമയത്ത് അത് പ്രോപ്പറായി ട്രീറ്റ് ചെയ്യണം. ഭക്ഷണക്രമവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഡോക്ടർ സ്നേഹ പറഞ്ഞ പോലെ ഭക്ഷണക്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിഡ്നി അസുഖം കുറച്ച് അഡ്വാൻസ് മൂർച്ഛിക്കുമ്പോൾ ഈ ഡയറ്റിൽ നോൺ വെജിറ്റേറിയൻ പ്രോട്ടീൻസ് നിയന്ത്രിക്കുന്നത്, അതുപോലെ തന്നെ വാട്ടറിൻ്റെ അളവ് പേഷ്യൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നത്, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, പിന്നെ പെയിൻ കില്ലേഴ്സ് അങ്ങനെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ അസുഖത്തിൻ്റെ പുരോഗതി ഒരു പരിധിവരെ തടയാൻ പറ്റും. ഈ കിഡ്നി ഡിസീസ് നമ്മൾ പലപ്പോഴും സൈലൻ്റ് ആണ്, നമ്മൾ വൈകിയാണ് അറിയുന്നത്. പലപ്പോഴും പേഷ്യൻസ് ഒക്കെ 20 ക്രിയാറ്റിൻ 15 ക്രിയാറ്റിനൊക്കെ ആയിട്ടാണ് വരിക, അതുവരെ ഒരു സിംറ്റം ഇല്ലാണ്ട് വരും. അപ്പം വളരെ വൈകി വരുന്നതാണോ കൂടുതൽ? വൈകി വരുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പം നമ്മളത് നേരത്തെ കണ്ടുപിടിക്കുന്ന നമുക്ക് അത്രയും ഒരു ട്രീറ്റ്മെൻറ്റും അത് ഡിലേയിങ് ദ പ്രോഗ്രഷനും നമുക്ക് ഡിസീസിനെ കുറേയും കൂടെ കൺട്രോളിൽ നിർത്തിക്കൊണ്ട് പോകാൻ ഏർലി ഡിറ്റക്ഷൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ജപ്പാനിലൊക്കെ ഈ IgA നെഫ്രോപ്പതി എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് കോമൺ കിഡ്നി ഡിസീസാണ്. അപ്പം അവിടെ അതൊക്കെ ഭയങ്കര കോമൺ ആണ്. അപ്പോൾ അവിടെ അവരൊരു സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം ചെയ്തേക്കാണ്. എല്ലാ വർഷവും കുട്ടികൾക്ക് യൂറിൻ റുട്ടീൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ കിഡ്നി അസുഖം ഉണ്ടോ നമ്മൾ ക്രിയാറ്റിനിൻ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയില്ല. ചിലപ്പോൾ ചില കിഡ്നി ഡിസീസിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും യൂറിനിൽ മാത്രമേ ക്രിയാറ്റിനിൻ നോർമലായിരിക്കും, യൂറിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പം യൂറിൻ ചെയ്തുമ്പോൾ ചിലപ്പോൾ പ്രോട്ടീൻ ലീക്ക് ഉണ്ടാകും, ചിലപ്പോൾ രക്താണുക്കളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് അവിടെ അവർ ഓരോ വർഷവും സ്കൂൾ ചിൽഡ്രൻ യൂറിൻ എക്സാമിനേഷൻ ചെയ്തിരിക്കണമെന്ന് മസ്റ്റാണ് അവിടെ. അപ്പോൾ അത്രയും ഏർലി ദേ ഡിറ്റക്ട് ദ ഡിസീസ്. അപ്പം അതനുസരിച്ചിട്ട് അവർക്ക് ദേ ക്യാൻ ടാർഗറ്റ് ദ ട്രീറ്റ്മെൻറ്റ് ഫോർ ദ ചിൽഡ്രൻ, പ്രിവെൻറ്റീവ് മെഷേഴ്സ്, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, പ്രോഗ്രഷനെ റിട്ടാർഡ് ചെയ്യാനുള്ള മെഷേഴ്സൊക്കെ എത്രയും നേരത്തെ ഓഫർ ചെയ്യുന്നതെന്ന് നമുക്ക് ആ ഡിസീസിൻ്റെ ഒരു ലേറ്റ് സ്റ്റേജിൽ വരുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പലപ്പോഴും നമ്മൾ ഈ കിഡ്നി ഡിസീസ് തുടക്കത്തിലേ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ചില കിഡ്നി ഡിസീസിനൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ കിഡ്നി ബയോപ്സി വേണം. കിഡ്നി ബയോപ്സി ചെയ്യണമെങ്കിൽ ഇപ്പോൾ കിഡ്നീസൊക്കെ നല്ല ഷ്രങ്കണായിപ്പോയി, ഇപ്പോൾ ലേറ്റ് സ്റ്റേജിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുവരെ അറിഞ്ഞിട്ടുമില്ല എങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ കിഡ്നീസൊക്കെ ചെറിയ കിഡ്നീസായിട്ട് ഷ്രങ്കൺ കിഡ്നീസായി പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നും നമുക്ക് എന്താ കിഡ്നിയുടെ അസുഖം എന്ന് പോലും കണ്ടുപിടിക്കാനായിട്ട് ബയോപ്സി ചെയ്യാൻ പോലും കൂടെ പറ്റത്തില്ല. സ്പെസിഫിക് ആ അസുഖത്തിനെ കണ്ടുപിടിക്കണമെങ്കിൽ പലപ്പോഴും ബയോപ്സി വേണം. ആ ബയോപ്സി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ വൈകി പോവുകയാണ് ഇവർ ലേറ്റായിട്ട് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ആണെങ്കിൽ പോലും നമ്മളൊരു വൺസ് എ വൈൽ ഈ പറഞ്ഞ പോലെ കിഡ്നി ഫങ്ഷൻ മോണിറ്റർ ചെയ്യുക. നമ്മളൊരു 40 years ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മളൊന്നൊരു റെഗുലർ ഹെൽത്ത് ചെക്കപ്പ്
കിഡ്നി ഫംഗ്ഷനും യൂറിൻ എക്സാമിനേഷനും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതാണ് നമുക്കൊരു ഏർലി ഡിറ്റക്ഷനും. ചിലപ്പോഴൊക്കെ പറയാറുണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയാണ് പല അവയവങ്ങളെയും പല പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? ഇല്ലെങ്കിൽ ഇത് എങ്ങനെ തിരിച്ചറിഞ്ഞാലല്ല നമുക്ക് പ്രതിരോധത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതെങ്ങനെ സാധിക്കും? ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിഡ്നീനെ മാത്രമല്ല നമുക്ക് മറ്റ് അവയവങ്ങളെയും ഒക്കെ ബാധിക്കും. അപ്പം അതൊരു സിസ്റ്റമിക് ഡിസീസാണ്. അപ്പം അതിൽ വരുന്നതാണ് നമ്മുടെ സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമെറ്റോസ്, വാസ്കുലൈറ്റിസ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസുകൾ ഉണ്ട്. അപ്പം അത് സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും കിഡ്നിയുടെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഇപ്പോൾ സിസ്റ്റമിക് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസിൽ ഈ SLE പോലെയുള്ള ഡിസീസിലൊക്കെ റാഷസ് വരാം, ഫേസിലൊക്കെ റാഷസ്, ജോയിൻറ്റ് പെയിൻ പറയാം. പിന്നെ യൂറിനിലാണെങ്കിൽ അവർ റെഡ് കളർ യൂറിൻ, അങ്ങനെയൊക്കെയാണ് സിംറ്റംസ് യൂഷ്വലി ഉണ്ടാകുക. ജോയിൻറ്റ് പെയിൻ, അബ്ഡോമിനൽ പെയിൻ, വയറുവേദന ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ബ്ലഡ് പ്രഷർ ഈ യങ് ആയിട്ടുള്ള യങ് പേഷ്യൻസ് വരുന്നതാണ്. അവരോട് നേരത്തെ അവർക്ക് BP കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അവരത്ര സീരിയസ് ആയി കണ്ടില്ല, മെഡിസിൻസ് എടുക്കാൻ പറഞ്ഞു, എടുത്തില്ല. അപ്പോൾ ആ ബ്ലഡ് പ്രഷർ തന്നെ കിഡ്നിയുടെ പ്രശ്നത്തിൽ നിന്നുള്ളതായിരിക്കാം. നമ്മളൊരു യങ് ആളുകളിൽ BPയുടെ ഒരു മോസ്റ്റ് കോമൺ കോസ് കിഡ്നിയാണ്. അപ്പോൾ ആ കിഡ്നി ഇവാലുവേഷൻ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കിഡ്നി ഡിസീസ് കണ്ടുപിടിക്കാമായിരുന്നു. അപ്പം അവർ ലേറ്റ് സ്റ്റേജിൽ വരുമ്പോൾ നമ്മളവരോട് ഹിസ്റ്ററി ചോദിക്കുമ്പം അവർക്ക് പണ്ട് BP ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പം അങ്ങനെയും കിഡ്നി ഡിസീസസ് മിസ്സാകുന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻസ്. നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്ത് അസുഖത്തിനും വ്യായാമം ഒരു പ്രതിരോധം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അത് ഈ വൃക്കകളുടെ ആരോഗ്യത്തിൽ എത്രത്തോളം സംരക്ഷണം നൽകും? വൃക്കകളുടെ ആരോഗ്യത്തിനും ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ ഒക്കെ നമ്മുടെ വൃക്ക രോഗത്തിലേക്ക് നയിക്കുന്ന അസുഖങ്ങളാണ്. അപ്പം അതിൻ്റെ കൺട്രോളിനായിട്ടാണെങ്കിലും നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു ആഴ്ചയിലൊരു 150 മിനിറ്റ് ഒരു ബ്രിസ്ക് വാക്കിങ്ങും ഒരു എറോബിക് എക്സസൈസും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പം പ്രത്യേകിച്ചും ഈ ഡയബറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും നമ്മുടെ ഇൻസുലിൻ്റെ ഒക്കെ സെൻസിറ്റിവിറ്റി ഒക്കെ കൂടാനായിട്ടും ബ്ലഡ് ഷുഗർ കൺട്രോളിൽ നിർത്താനായിട്ടും ഒക്കെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ, ഈവൻ അവർ പറയുന്നത് പ്രകാരത്തിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു നല്ല ഒരു എറോബിക് എക്സസൈസും റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ടേക്കിംഗ് 1 ടാബ്ലറ്റ് എന്ന്. ഒരു മെഡിസിൻ എടുക്കുന്നത് തുല്യമാണ് നമ്മുടെ ഒരു HbA1c റിഡക്ഷനിലും. അപ്പം ഈ ഡയബറ്റീസ് കൺട്രോളിനായിട്ടാണെങ്കിലും ബ്ലഡ് പ്രഷർ കൺട്രോളിനായിട്ടാണെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒബേസിറ്റി, വെയിറ്റ്, ഓവർ വെയിറ്റ് കൊണ്ട് തന്നെ കിഡ്നി ഡിസീസ് ഉണ്ട്, ഒബേസിറ്റി അസോസിയേറ്റഡ് കിഡ്നി ഡിസീസ്. അപ്പോൾ വെയിറ്റ് കൺട്രോളിനും ഇതെല്ലാനും നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാണെങ്കിലും ആളുടെ പ്രോട്ടീൻ ലീക്ക് കൺട്രോൾ ചെയ്യാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ബാക്കി കുറേ കാര്യങ്ങളുടെ കിഡ്നി പ്രോഗ്രഷനെ കൺട്രോൾ ചെയ്യാനായിട്ടാണെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ബെനിഫിറ്റ് ചെയ്യും. ഡോക്ടർ ജിതിൻ, സാധാരണയായി ഇങ്ങനെ ആളുകൾ ഡയാലിസിസിന് പോകുന്നത് ഇങ്ങനെ പറയാറുണ്ട്. എന്താണ് ഈ ഡയാലിസിസ് എന്ന് ഒരു കോമൺ മാൻ എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ കിഡ്നി അസുഖം മൂർച്ഛിക്കുമ്പോൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡായി സ്റ്റേജ് 5 CKD, അതല്ല കിഡ്നീൻ്റെ ഈ ഗ്ലോമുലർ ഫിൽട്രേഷൻ റേറ്റ് ഒരു 15 ml താഴെ, അങ്ങനെ അഡ്വാൻസ്ഡ് ആകുമ്പോൾ സാധാരണ ഒരു 6-7 ഗ്രേഡിനൊക്കെ കയറുമ്പോഴാണ് സിംറ്റമാറ്റിക് ആവുന്ന പേഷ്യൻസിലാണ് നമ്മൾ ഈ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ഈ ഡയാലിസിസ് തന്നെ 2 രീതിയിലാണുള്ളത്. ഒന്ന് ഹീമോ ഡയാലിസിസ്, രണ്ടാമത് പെരിറ്റോണിയൽ ഡയാലിസിസ്. കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സാധാരണ ഈ ഹീമോ ഡയാലിസിസ് ആണ്. ഹീമോ ഡയാലിസിസ് എന്നാൽ നമ്മൾ ഈ ശരീരത്തിലെ ഈ രക്തങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഈ മാലിന്യങ്ങൾ നമ്മൾ പുറത്തൊരു യന്ത്രങ്ങൾ ഡയാലിസിസ് മെഷീൻ വഴി, അതിലൊരു ഫിൽറ്റർ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഡയാലിസിസ്, അല്ലെങ്കിൽ ഡയാലിസിസ് ഫിൽറ്റർ വഴി പാസ് ചെയ്തിട്ട് ആ ശുദ്ധീകരിച്ച ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് കയറ്റിവിടുന്ന പ്രക്രിയയാണ് ഈ ഡയാലിസിസ് എന്ന് പറയുന്നത്. അതിപ്പോൾ എത്ര ഇടവേളകളിലാണ് സാധാരണ ഒരു വൃക്കരോഗി എത്ര ഇടവേളകളിലാണ് ഈ ഡയാലിസിസ് ചെയ്യേണ്ടത്? നമ്മളെ കിഡ്നി എഫക്റ്റീവ്ലി ഒരു 24 hours 7 days ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഓർഗനാണ്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി ഒരിക്കലും ഈ ഡയാലിസിസിന് കിട്ടില്ല. അപ്പം നമ്മളൊരു നോർമൽ അറ്റ്ലീസ്റ്റ് ഒരു വലിയ കുഴപ്പമില്ലാതെ സിംറ്റംസ് ഇല്ലാതെ മാനേജ് ചെയ്യാൻ വേണ്ടി ഡയാലിസിസ് 3 times per week ആണ്. അതാണ് സ്റ്റാൻഡേർഡ്. 3 വരെ ആഴ്ചയിൽ. പിന്നെ കൺവീനിയൻസ് ഒക്കെ ചില പേഷ്യൻസ് നമ്മൾ 2 വരെ അങ്ങനെ. ഇപ്പോൾ 3 ആണ് മിനിമം. അത് ഒരു ഡയാലിസിസിന് ഡ്യൂറേഷൻ വന്നാൽ 4 hours.
അങ്ങനെയാണ്. സാധാരണ ഈ ഡയാലിസിസ് ചെയ്യേണ്ട പേഷ്യൻസ് എന്തൊക്കെ പ്രിക്കോഷനാണ് എടുക്കേണ്ടത്? സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഡയാലിസിസ് ചെയ്യുന്ന അവർ ഡയാലിസിന് മുമ്പ് തന്നെ ഇവരൊക്കെ ഈ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരു ആക്സസ് വഴിയാണ്, ഫിസ്റ്റുല വഴിയാണ് ചെയ്യുന്നത്. അപ്പം അത് യൂഷ്വലി നമ്മൾ ലെഫ്റ്റ് നോൺ ഡോമിനൻറ്റ് ഹാൻഡിലാണ് ഈ ഡയാലിസിസ് ആക്സസ് വെക്കുന്നത്. അപ്പോൾ ആ കൈ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിൽ കൂടെ മാക്സിമം ഇഞ്ചെക്ഷൻസ് എടുക്കാതെ ലൈനൊന്നും ഇടാതെ ശ്രദ്ധിക്കണം. പിന്നെ ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ പോലും ഡയറ്റിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഉപ്പ് കുറയ്ക്കുന്ന സ്നേഹം പറഞ്ഞ പോലെ, അതുപോലെ വെള്ളത്തിൻ്റെ അളവ്, മൂത്രം തീരെ ഇല്ലാത്ത പേഷ്യൻസൊക്കെ ആണെങ്കിൽ അവർക്ക് വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡയാലിസിൻ്റെ ദിവസങ്ങളിൽ BP-ൻ്റെ മെഡിക്കേഷൻസൊക്കെ നോക്കിയെടുക്കണം. ചിലപ്പോൾ ചിലർക്ക് BP കൂടുന്ന പ്രവണത കാണാറുണ്ട്, BP കുറയുന്ന സിറ്റുവേഷൻ കാണാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം BP-ൻ്റെ മെഡിക്കേഷൻസ്, ഷുഗറിൻ്റെ മെഡിക്കേഷൻസ് കൃത്യമായിട്ട് എടുക്കുക. ഡോക്ടർ സ്നേഹ, ഹാർട്ടുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആണോ? അതായത് ഒരു കിഡ്നി പേഷ്യൻറ്റിൻ്റെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ എന്തെങ്കിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ടോ? ഹാർട്ടുമായിട്ട് ബന്ധം എന്ന് പറയുന്നത് കാർഡിയോ റീനൽ സിൻഡ്രോം എന്ന് വിളിക്കാം. അപ്പം അത് പല ടൈപ്പുണ്ട്. അപ്പം അക്യൂട്ടായിട്ട് കാർഡിയ കണ്ടീഷൻസ് കൊണ്ട് കിഡ്നീനെ അഫക്റ്റ് ചെയ്യുന്നു, അക്യൂട്ടായിട്ട് കിഡ്നിയുടെ കണ്ടീഷൻ കൊണ്ട് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുന്നു, ക്രോണിക് ആയിട്ടുള്ളത് ഇങ്ങോട്ട് അഫക്റ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാർഡിയോ റീനൽ സിൻഡ്രോം. അപ്പം ലോങ് ടൈം ഈ കിഡ്നി ഫങ്ഷനൊക്കെ കുറേ അഡ്വാൻസ്ഡ് കിഡ്നി ഫെയിലിയറിലൊക്കെ ഹാർട്ടും ഫങ്ഷൻസും ഒക്കെ കുറച്ച് സ്ലോ ആകാം. രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഡോക്ടർ ജിതിൻ, നമ്മൾ ഒരാൾ വൃക്ക രോഗിയാകുന്നു, പിന്നെ ഡയാലിസിസിൽ വരുന്നു, അതിനപ്പുറം വരുന്നതാണ് ട്രാൻസ്പ്ലാന്റ്. അപ്പം ഒരു രോഗി ട്രാൻസ്പ്ലാന്റിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? ഏത് സമയത്താണ് ഇദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റ് ആവശ്യമാണ് എന്ന്? ഒരു ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റിനൽ ഫെയിലിയർ സ്റ്റേജ് 5 ആയി കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷനാണ് പേഷ്യൻ്റ് മുമ്പുള്ളത്. ഒന്നെങ്കിൽ ഡയാലിസിലേക്ക് പോവുക, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ്. പല സിറ്റുവേഷനിൽ എന്താ പറഞ്ഞാൽ ഈ പേഷ്യൻ്റ് എത്തുന്നത് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ സിംറ്റംസും ക്രിയേറ്റിനൊക്കെ ഈ 10, 15 ആയ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അപ്പം നേരത്തെ തന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് പേഷ്യൻ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ഓപ്ഷൻസ് ഒക്കെ പറയാൻ പറ്റുമോ. എല്ലാ സിറ്റുവേഷൻ പേഷ്യൻ്റ് നമ്മൾ ഫോളോ അപ്പിലാണ്. ക്രിയേറ്റിനൊക്കെ 2, 3 അത് ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് അത് അഡ്വാൻസ്ഡ് പ്രോഗ്രസ് ചെയ്യുന്നു ആൻഡ് സ്റ്റേജ് 5 എത്തുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് പേഷ്യൻസിന് ഒരു ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ബെസ്റ്റ് ഫോം ഓഫ് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ചികിത്സാ മാർഗം എന്ന് ചോദിച്ചാൽ ട്രാൻസ്പ്ലാന്റേഷനാണ്. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ആകുമ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പേഷ്യൻ്റ് അതിനെ വൃക്ക സ്വീകരിക്കാനുള്ള ഹെൽത്ത് ഉണ്ടോ നോക്കാനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ സിറ്റുവേഷനൊക്കെ നോക്കണം. അപ്പം അങ്ങനെ പേഷ്യൻ്റ് വില്ലിംഗ് ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ട്രാൻസ്പ്ലാന്റ് നേരത്തെ പ്രീഎംപ്റ്റീവ് ട്രാൻസ്പ്ലാന്റ് എന്ന്, പ്രീഎംപ്റ്റീവ് ആണ് ഡയാലിസിസ് അധികം ഡയാലിസിസ് ചെയ്യാതെ തന്നെ ഈ ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഡയാലിസിസ് ചെയ്തിട്ട് പേഷ്യൻ്റ് ട്രാൻസ്പ്ലാന്റിലേക്ക് മുന്നോട്ട് പോകാം. എല്ലാ സിറ്റുവേഷനിലും പേഷ്യൻ്റ് ഡയാലിസിസ് ആണെങ്കിൽ നമ്മളൊരു ട്രാൻസ്പ്ലാന്റിൻ്റെ ഓപ്ഷൻ കൊടുക്കും. പേഷ്യൻ്റ് ഒരു ഡോണറിനെ കണ്ടുപിടിക്കണം. ഇതുപോലെ ഒരു ഹെൽത്തി ഡോണർ, യൂഷ്വലി അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ സഹോദരൻ, സഹോദരി, അല്ലെങ്കിൽ ഫസ്റ്റ് കസിൻസോ അങ്ങനെയൊക്കെ ട്രാൻസ്പ്ലാന്റ് ഡോണറായിട്ട് അവരെ ഹെൽത്തും അവർ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ഡോണറായിട്ട് കണക്കാക്കാം. അതുപോലെ പിന്നെ കെഡാവിക് ട്രാൻസ്പ്ലാന്റും ഉണ്ട്. മരണാന്തര വൃക്ക ദാനമാണ് അതിൻ്റെ. എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ ജിതിൻ, ഡോക്ടർ സ്നേഹ. താങ്ക് യു.